2025 ഡിസംബർ മാസം 14 മുതൽക്ക് 20 വരെയുള്ള, അതായത് ഞായർ മുതൽ ശനി വരെയുള്ള 7 ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ, അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത്. അടുത്തത് ധനുക്കൂറുകാരാണ്. അവർക്ക് സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. മൂലം, പൂരാട, ഉത്രാടത്തിൽ കാല്, ഉത്രാടത്തിൻ്റെ അവസാന പാദം, ഈ നക്ഷത്രങ്ങളാണ് ഈ ധനുക്കൂറിൽ വരുന്നത്. 16-ാം തീയതി സൂര്യനും ചൊവ്വയും വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് പകരുമ്പോൾ അത് ലഗ്നഭാവമായിട്ട് വരുന്നു. 12-ൽ ബുധശുക്രന്മാർ വരുന്നു. ലഗ്നത്തിൽ ബുധശുക്രന്മാർ ലഗ്നത്തിൽ വരുന്നു. ഗുരു 7-ൽ വരുന്നു. 9-ൽ കേതുവും, 3-ൽ രാഹുവും, 4-ൽ ശനിയുമാണ്. അത് കണ്ടകശനിയാണ് 4-ൽ ശനി വരുമ്പോൾ. ഇവർക്ക് ജോലി അഥവാ കരിയർ സംബന്ധിച്ച് ചില പുതിയ അധിക ചുമതലകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രമോഷൻസ് കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടാൻ സാധിക്കും. എന്നാൽ അതോറിറ്റി വളരെ ഹൈ ആവും. അതുകൊണ്ടുണ്ടാകുന്ന പ്രഷറുകളും കൂടുന്നതാണ്. ധനസംബന്ധമായിട്ട് ശുക്രൻ 12-ലാണ്. എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. ചിലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേണ്ട വിധം ക്രമീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വരവ് ചിലവ് തമ്മിലുള്ള പാരസ്പര്യം ഇല്ലാതെ പോകും. അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളുണ്ടായേക്കാം. അതുപോലെ തന്നെ യാത്ര വേണ്ടി വരും. യാത്ര സംബന്ധമായിട്ടുള്ള ചിലവുകളും കൂടാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് തൻ്റെ ഒരു കുടുംബത്തിലുള്ള അധീശത്വം അഥവാ തൻ്റെ കൺട്രോളിൽ വരുന്ന ഇതിന് വേണ്ടിയിട്ട് ചില ശ്രദ്ധകൾ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് പരസ്പരമുള്ള വാക്കുകളും ഒക്കെ കൊണ്ടുള്ള വൈരുദ്ധ്യം നിമിത്തം അവിടെ ചില ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ സംഭവിക്കാനിടയുണ്ട്. കൂടുതൽ നമ്മുടെ ഒരു ഡൊമിനൻസ് അവിടെ കാണിക്കുന്നു എന്നൊരു തോന്നൽ മറ്റുള്ളവരിൽ വരുന്നതും വരാനുള്ള സാഹചര്യമുണ്ട്. അത് ചില കോൺഫ്ലിക്റ്റുകളിലേക്കൊക്കെ നയിക്കാവുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നതും അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ നീര് വരിക, അതുപോലെ പനി ഉണ്ടാവുക, ഇതൊക്കെ വന്നേക്കാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം പറയാവുന്നത് കണ്ടകശനിയുടെ കാലമാണ്. അവർക്ക് ഹനുമാൻ ചാലിസ നിത്യേന ജപിക്കുന്നത് നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിൽ, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക. എള്ള് പായസം കൊണ്ടുള്ള നിവേദ്യം, അതുപോലെ എള്ള് കിഴി, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യുന്നതാണ്.